പേരാവൂർ നിന്നുള്ള സിമിയുടെ സാക്ഷ്യം. എനിക്ക് 2024 ജൂൺ മാസം ശക്തമായ നടുവേദനയും ബ്ലീഡിങ്ങുമായി. ഞാൻ ഡോക്ടറെ കണ്ടു. ഡോക്ടർ സ്കാൻ ചെയ്യുവാൻ പറഞ്ഞതനുസരിച്ച് സ്കാൻ ചെയ്തു. സ്കാനിങ്ങിൽ ഗർഭപാത്രത്തിൻ്റെ മുഴയുള്ളതായി കാണപ്പെട്ടു. തുടർന്ന് മരുന്ന് കഴിക്കുവാൻ തുടങ്ങി. 3-4 മാസം മരുന്ന് കഴിച്ചു. പക്ഷേ എനിക്ക് നടുവേദനയും ബ്ലീഡിങ്ങും കൂടിയതല്ലാതെ കുറഞ്ഞില്ല. അവസാനം 2025 ജനുവരി മാസത്തിൽ ഡോക്ടർ പറഞ്ഞു, ഇനി ഓപ്പറേഷൻ അല്ലാതെ വേറെ വഴിയില്ല. ഓപ്പറേഷന് ഡേറ്റ് എടുക്കുവാൻ ഡോക്ടർ പറഞ്ഞു. കുട്ടികൾക്ക് എക്സാം ആയതിനാൽ മാർച്ച് ലാസ്റ്റിലേക്ക് ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം 2025 ജനുവരി 19-ാം തീയതി ഞാൻ ഇവിടെ ആവിലാപ്പള്ളിയിൽ വരികയും അച്ഛനെ കാണുകയും ചെയ്തു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്കൊരു പ്രാർത്ഥന പറഞ്ഞു തന്നു. എൻ്റെ ഈശോയെ, അവിടുത്തെ പ്രകാശം എൻ്റെ ഉള്ളിൽ നിറയ്ക്കണമേ എന്ന് 500 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കാനും പറഞ്ഞു. അതുപോലെ സാക്ഷ്യത്തിന് വഴി ഒരുക്കി തരണമേ എന്നും പ്രാർത്ഥിക്കാനും പറഞ്ഞു. ഞാൻ അച്ഛൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങി ചാപ്പലിലെത്തിയ നേരം എൻ്റെ കല്ല് പോലെ ഇരുന്ന വയറ് ബലൂണിൻ്റെ കാറ്റ് അഴിച്ചു വിട്ടതുപോലെ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ഞാൻ ചാപ്പലിൽ വന്ന് മുട്ടുമേൽ നിന്ന് അച്ഛൻ പറഞ്ഞു തന്ന പ്രാർത്ഥന ചൊല്ലി. അന്നു മുതൽ ഇന്നു വരെ എനിക്ക് നടുവേദനയോ ബ്ലീഡിങ്ങോ ഉണ്ടായിട്ടില്ല. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്ന എൻ്റെ അസുഖം ഓപ്പറേഷൻ കൂടാതെ മാറ്റിത്തന്ന ആബില അമ്മയ്ക്കും കർമ്മല മാതാവിനും ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി. അതുപോലെ തന്നെ എൻ്റെ തലവേദന എടുത്തു മാറ്റുകയും ഞങ്ങളുടെ മകന് ഒരു നല്ല വിജയം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത ആബില അമ്മയ്ക്കും കർമ്മല മാതാവിനും ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, വലിയൊരു സാക്ഷ്യമാണ് സിമി, പേരാവൂരുള്ള സിമിയുടെ. വേദനയും ബ്ലീഡിങ്ങും ഒക്കെ ആയിട്ട് അവസാനം ഗർഭപാത്രത്തിൽ മുഴയുണ്ടെന്നും അത് വേഗം തന്നെ ഓപ്പറേഷൻ ചെയ്യണം, അല്ലാതെ വേറെ വഴിയില്ല എന്നും പറഞ്ഞ സാഹചര്യത്തിലാണ് ജനുവരി 19-ാം തീയതി ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. അന്ന് തന്നെ ആ വയറിൽ കമ്പിച്ചു നിന്നിരുന്നത് ചുരുങ്ങുകയും പിന്നെ നടുവേദനയോ വയറുവേദനയോ വരാതിരിക്കുകയും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നത് ഓപ്പറേഷൻ കൂടാതെ തന്നെ സുഖപ്പെടുകയും ചെയ്തതിനെ ഓർത്ത് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പിന്നെ ഇന്നുവരെ നടുവേദനയോ ബ്ലീഡിങ്ങോ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ കർത്താവ് സുഖപ്പെടുത്തിയതിനോർത്ത് ഉച്ചത്തിൽ വിളിക്കാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. പ്രിയപ്പെട്ടവർ, ഇതുപോലെ ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെട്ടതിന്റെ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് മെഡിക്കൽ റിപ്പോർട്ടുകളുമായിട്ട് അൽത്താരയിൽ വന്നു നിന്ന് പറയാവുന്നതാണ്. കൊടക് അമ്മത്തിയിൽ നിന്നും വരുന്ന ഫിലോമിന മാത്യുവിന്റെ സാക്ഷ്യം. എനിക്ക് കിട്ടിയ ആദ്യത്തെ അനുഗ്രഹം 1/9/2022 ഞങ്ങൾ റാംസൺസിനെ കണ്ടു. ഞങ്ങളുടെ ക്രഷർ 3 വർഷമായി മുടങ്ങിക്കിടന്നിരുന്നു. അച്ഛനോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. അച്ഛൻ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു. ഒരു പ്രാർത്ഥന എഴുതി തന്നു. വീണ്ടും ഒരു കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു 2024 കഴിയുമ്പോൾ എല്ലാം ശരിയാവുമെന്ന്. അതുപോലെ തന്നെ ക്രഷർ തുടങ്ങി. ഇപ്പോൾ കുഴപ്പമില്ലാതെ ക്രഷർ നടക്കുന്നു. എൻ്റെ രണ്ടാമത്തെ അനുഗ്രഹം 2024 ഡിസംബർ 3-ാം തീയതി ഞാൻ മാംഗ്ലൂർ ഫാദർ മുള്ളേഴ്സ് ആശുപത്രിയിൽ പോകേണ്ടി വന്നു. ECG എടുത്തു. ഡോക്ടർ പറഞ്ഞു ഉടനെ ആൻജിയോഗ്രാം ചെയ്യണമെന്ന്. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. കയ്യിൽ കൂടുതൽ പണമില്ല. ഞാൻ ഡോക്ടറോട് പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞ് വരാമെന്ന്. ഞാൻ 5/12/24 ആവില വന്ന അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു പേടിക്കേണ്ട, ഒരു പ്രാർത്ഥന പറഞ്ഞു തന്നു. അതിൽ പിന്നെ എനിക്ക് നെഞ്ചുവേദന വന്നിട്ടില്ല. എൻ്റെ മൂന്നാമത്തെ അനുഗ്രഹം, ഞാൻ 3 മാസം ദുബായിലായിരുന്നു. അവിടെ വെച്ച് ഇടത് തോൾ വേദന തുടങ്ങി. ആശുപത്രിയിൽ പോയി ഡോക്ടർ പറഞ്ഞത് ഉടനെ അഡ്മിറ്റ് ആകണമെന്നാണ്. എന്നാൽ എൻ്റെ മകളോട് ഞാൻ പറഞ്ഞു എനിക്ക് ആവിലായി പോയാൽ മതി, എൻ്റെ അസുഖം മാറുമെന്ന്. എൻ്റെ മകളുടെ നിർബന്ധം കാരണം അവിടെ തന്നെ എന്നെ ECG ചെയ്യിപ്പിച്ചു. ECG സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു. ECG കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു തൽക്കാലം കുഴപ്പമൊന്നും കാണുന്നില്ല, എങ്കിലും നാട്ടിൽ ചെന്ന് ഡോക്ടറെ കാണണമെന്നും പറഞ്ഞു. ബാംഗ്ലൂർ വന്ന ഉടനെ ഫുൾ പാക്കേജ് ചെയ്യിച്ചു. എല്ലാ ടെസ്റ്റുകളും നോർമൽ. എന്നാൽ വീണ്ടും ഒരു MRI സ്കാൻ ചെയ്യണമെന്നും അതിൽ കണ്ടു. എൻ്റെ പിൻകഴുത്ത് തുടങ്ങി നടുവരെ ഞരമ്പ് ചുളുങ്ങിയിരിക്കുകയാണ്. സർജറി
വേണ്ട, എല്ലുകൾക്കും ക്ഷതമുണ്ട്. ഫിസിയോതെറാപ്പിക്ക് പോകാൻ പറഞ്ഞു. കഴുത്തിനും പുറത്തും ബെൽറ്റ് ഇട്ടു തന്നു. അതും ധരിച്ച് 2 മാസം കഴിഞ്ഞു. ഈ കഴിഞ്ഞ 18-ാം തീയതി ആവിലായി വന്ന് പ്രാർത്ഥനാ സമയത്ത് അച്ഛൻ പറഞ്ഞു, പുറത്ത് ഞരമ്പ് ചുരുങ്ങിയിരിക്കുന്ന ആളെ ഈശോ സുഖപ്പെടുത്തുന്നതായി എന്ന്. അത് ഞാനായിരുന്നു. യേശുവെ നന്ദി. കൂടാതെ നിരവധി അനുഗ്രഹങ്ങൾ തന്ന ബന്ധുവിനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യയ്ക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാംസനച്ചനും എല്ലാ അച്ഛന്മാർക്കും കോടാനുകൂടി നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഞരമ്പ് ചുരുങ്ങിയിരിക്കുന്ന ആ അവസ്ഥയെ കർത്താവ് ആരാധനയുടെ സമയത്ത് അത്ഭുതകരമായി തൊട്ട് സുഖപ്പെടുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഇടത്തൊട്ടിയിൽ നിന്ന് അൽഫോൻസായുടെ സാക്ഷ്യം. എനിക്ക് കിട്ടിയ രോഗസൗഖ്യത്തിനായി നന്ദി പറയാനാണ് ഇത് എഴുതുന്നത്. എനിക്ക് 5-6 മാസത്തിലധികമായിരുന്നു ഇടത് കൈക്ക് നീരും വേദനയും ഒന്നും ചെയ്യാനും പറ്റാത്ത അവസ്ഥ വന്നു. കുറെ ആയുർവേദം കഴിച്ചു, കുറഞ്ഞില്ല. സ്കാൻ ചെയ്തു, എക്സ്റേ എടുത്തു. ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്താലേ മാറുകയുള്ളൂ എന്ന്. മരുന്നില്ല എന്നും. ഞാൻ ആവിലായിൽ 5 ആഴ്ച വരാമെന്നും സാക്ഷ്യം എഴുതിയിടാമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 3 മാസമായി യാതൊരു കുഴപ്പവുമില്ല. എല്ലാം മാറി ഓപ്പറേഷൻ ഇല്ലാതെ സുഖമാക്കി തന്ന ആവില അമ്മയ്ക്കും ഈശോയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന റാംസനച്ചനും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. മണത്തണ മടപ്പിലച്ചാലിൽ താമസിക്കുന്ന സെലീനയുടെ സാക്ഷ്യം. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്. 3 ആഴ്ച കൂടുമ്പോൾ എനിക്ക് ഇഞ്ചക്ഷൻ വയ്ക്കണം. ഞാൻ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. 3 മാസം മുമ്പ് എനിക്ക് ശക്തിയായ പനിയും ഛർദിയും ഉണ്ടായി. ഒരു ഭക്ഷണവും കഴിക്കുവാൻ പറ്റുന്നില്ല. ക്ഷീണവും തളർച്ചയും കൂടി വന്നു. ആശുപത്രിയിൽ പോയി കുറെ പരിശോധനകളൊക്കെ നടത്തി. ക്യാൻസറിൻ്റെതായ ഒരു കുഴപ്പവുമില്ല. പനി വന്നതുകൊണ്ടുള്ള ക്ഷീണമാണെന്ന് പറഞ്ഞും ഞങ്ങളെ ഡിസ്ചാർജ് ആക്കി. ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് എന്നെ ആവിലാപ്പള്ളിയിൽ കൊണ്ടുവരികയും അച്ഛനെ കാണാൻ സാധിക്കുകയും ചെയ്തു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മനസ്സ് നിറച്ച് വിഷമമാണല്ലോ എന്ന് പറഞ്ഞു. ഛർദിയുടെ കാര്യം പറഞ്ഞപ്പോൾ നേർച്ചക്കഞ്ഞി കഴിച്ചിട്ട് പോകുവാൻ പറഞ്ഞു. എന്ത് കഴിച്ചാലും ശ്രദ്ധിക്കുന്ന ഞാൻ അപ്പോൾ ഛർദിച്ചില്ല. ഞാൻ പ്രാർത്ഥിക്കാം, ക്ഷീണം മാറിക്കഴിയുമ്പോൾ സാക്ഷ്യം പറയാനും പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും പഴയ അവസ്ഥയിലായി. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്റെ അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ച് മാറിക്കിട്ടിയാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്നും നേർന്ന് പ്രാർത്ഥിച്ചു. വീണ്ടും ആശുപത്രിയിൽ പോയി. എന്നെ ചികിത്സിച്ച ഡോക്ടർ എന്താണ് കുഴപ്പമെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഒരു ലേഡി ഡോക്ടർ ആ റൂമിലേക്ക് വരികയും ഡോക്ടർ എന്നെ ലേഡി ഡോക്ടർക്ക് പരിചയപ്പെടുത്തി. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഈ അമ്മച്ചിയുടെ രോഗം എന്താണെന്ന് ഒന്ന് കണ്ടുപിടിച്ചു തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ തലയുടെ സ്കാൻ ചെയ്തു. അപ്പോൾ മനസ്സിലായി തലയിൽ ഹോർമോൺ വരുന്ന ഭാഗം അടഞ്ഞുപോയി. തൈറോയിഡ് തീരെ ഇല്ലാതായി. സോഡിയം കൂടിപ്പോയി എന്ന് കണ്ടെത്തി. 1 ലക്ഷം പേരിൽ ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കുമെന്നും പറഞ്ഞു. തളർന്നു പോകാതിരുന്നത് ഭാഗ്യമായി എന്നും പറഞ്ഞു. ഈ രോഗത്തിനുള്ള മരുന്ന് കഴിച്ചു. ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പവുമില്ല. ഈ അനുഗ്രഹങ്ങൾ തന്ന ബന്ധുവിനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാംസനച്ചനും എല്ലാവർക്കും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ശരിയായ രീതിയിൽ രോഗനിർണയം നടത്താനും അതിനാവശ്യമായുള്ള മരുന്ന് കഴിക്കാനും സുഖപ്പെടാനും കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. പുറവയിൽ നിന്നും വരുന്ന മോളിയുടെ സാക്ഷ്യം. എൻ്റെ ഗർഭപാത്രത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു. അത് DNA ചെയ്ത് ബയോപ്സിക്ക് വിട്ടു. അത് ക്യാൻസർ ആണെന്ന് സംശയമുണ്ടായിരുന്നു. ഞാൻ അമ്മ ത്രേസ്യയോടും ബന്ധുവിനായ ഈശോയോടും പ്രാർത്ഥിച്ചു. ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോൾ കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ആവിലായിൽ അമ്മ ത്രേസ്യയ്ക്കും ബന്ധുവിനായ ഈശോയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. വീർപ്പാട് നിന്ന് വരുന്ന ഡെൽനയുടെ സാക്ഷ്യം. എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങളെ കുറിച്ചാണ് എഴുതുന്നത്. എൻ്റെ മമ്മിയുടെ മൂക്കിൽ ഒരു മുഴ വന്നു. അത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഡേറ്റ് തന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ബയോപ്സി ചെയ്യണമെന്ന്. റിസൾട്ട് വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാമെന്നും പറഞ്ഞു. റിസൾട്ട് ഒരു കുഴപ്പമില്ലാതിരിക്കുവാണെങ്കിൽ ഞാൻ സാക്ഷ്യം എഴുതിയിട്ടോളാമെന്ന് നേർച്ച നേരുകയും ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഓപ്പറേഷൻ വേണ്ട, മരുന്ന് കൊണ്ട് മാറിക്കോളും എന്നും പറഞ്ഞു. അതുപോലെ എൻ്റെ മോൻ പള്ളിയിൽ പോകാൻ വേണ്ടി കുളിച്ചു വന്നപ്പോൾ മോൻ്റെ ശരീരം മുഴുവൻ ചൊറിഞ്ഞു പൊങ്ങി വന്നു. നല്ല ചോർച്ചിലായിരുന്നു. പള്ളിയിൽ പോകാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് എനിക്ക് വിഷമമായി. അപ്പോൾ ഞാൻ ആവിലായിലെ വെഞ്ചിരിച്ച എണ്ണ മോൻ്റെ ദേഹത്ത് പുരട്ടുകയും ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ മോൻ്റെ ശരീരത്തിൽ നിന്ന് വന്ന ചൊറിച്ചിൽ മാറുകയും പൊന്തി വന്നതെല്ലാം പോവുകയും ചെയ്തു.
ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ സാധിക്കുകയും ചെയ്തു. അതുപോലെ എനിക്ക് തൊണ്ടവേദനയും നല്ല കഫക്കെട്ടും വന്നു. മരുന്ന് വാങ്ങി കഴിച്ചു. ഒരാഴ്ചയായിട്ടും തൊണ്ടവേദന മാറുന്നില്ല. ഞാൻ ആവിലായിലെ വെഞ്ചരിച്ച എണ്ണ പുരട്ടുകയും കുറയുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യം എഴുതിയിട്ടേക്കാമെന്ന് നേരുകയും ചെയ്തു. പിറ്റേ ദിവസം മുതൽ എൻ്റെ തൊണ്ടവേദന മാറുകയും ചെയ്തു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ചൊല്ലിൽ വിളിക്കാം. ഈശോയേ പേടത്തൊട്ടിയിൽ നിന്ന് വരുന്ന അൽഫോൻസായുടെ സാക്ഷ്യം. എൻ്റെ മരുമകന് വേണ്ടിയാണ് ഈ സാക്ഷ്യം. അവന് ഒരു പനിയും തലവേദനയുമായി വിഷമിക്കുകയായിരുന്നു. ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. വിദേശത്താണ്. ഞാൻ ഇവിടെ വരുമ്പോൾ സാക്ഷ്യം എഴുതിയിടാമെന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അത് മാറി. ജോലിക്ക് പോകുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. നല്ല ജോലി ലഭിക്കാൻ കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. മാടത്തിലുള്ള ഷീജയുടെ സാക്ഷ്യം. എന്റെ ഭർത്താവിന്റെ അസുഖം മാറിയതിന്റെ സാക്ഷ്യമാണ് ഞാൻ എഴുതുന്നത്. 1.5 കൊല്ലം മുമ്പ് ഭർത്താവിന് പെട്ടെന്നൊരു ദിവസം വയറുവേദന വന്നു. ഡോക്ടറെ കാണിച്ച് സ്കാനിങ് ചെയ്തപ്പോൾ കിഡ്നി സ്റ്റോൺ ആണ്, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. 90% ഓപ്പറേഷൻ ചെയ്യണമെന്നും 10% മാത്രമേ മരുന്ന് കൊണ്ട് പോകുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ആവിലായിലെ അമ്മയ്ക്കും ബന്ധിതനായ ഈശോയെയും വിളിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മരുന്ന് കൊണ്ട് തന്നെ ഭർത്താവിന്റെ വയറുവേദന മാറിക്കിട്ടി. പിന്നീട് 1.5 കൊല്ലമായിട്ട് ഇതുവരെ വയറുവേദന വന്നില്ല. എന്റെ ഭർത്താവിന്റെ അസുഖം മാറ്റി തന്ന ഈശോയ്ക്കും ആവിലായിലെ അമ്മയ്ക്കും എന്റെയും കുടുംബത്തിന്റെയും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ടേറ്റ് ചൊല്ലാം. ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. കീഴ്പള്ളിയിൽ നിന്നുള്ള ലൂസിയുടെ സാക്ഷ്യം. എനിക്ക് 1 മാസമായിട്ട് കഠിനമായ ചുമയും ജലദോഷവും കഫക്കെട്ടുമായിരുന്നു. ഞാൻ പല ഡോക്ടർമാരെ കാണുകയും ആന്റിബയോട്ടിക് മരുന്ന് ഉൾപ്പെടെയുള്ള പല മരുന്നുകളും കഴിച്ചു. എന്നാൽ ഒരു കുറവും ഉണ്ടായില്ല. ഞാൻ 2/10/25 വ്യാഴാഴ്ച നടന്ന തിരുനാൾ കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും എനിക്ക് സൗഖ്യം തന്നാൽ ഞാൻ സാക്ഷ്യം എഴുതിയിട്ടുകൊള്ളാമെന്ന് ബന്ധിതനായ ഈശോയോടും പറഞ്ഞു. എനിക്ക് സൗഖ്യം ലഭിച്ചു. ഇതിനു മുമ്പും പല കാര്യങ്ങളും എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. എനിക്ക് സൗഖ്യം തന്ന ബന്ധിതനായ ഈശോയ്ക്കും എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച ആവിലായിലെ അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന റാംസനച്ചനും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ചൊല്ലിൽ വിളിക്കാം. ഈശോയേ കേളകത്തു നിന്നുള്ള ശാന്തമ്മയുടെ സാക്ഷ്യം. എന്റെ ഭർത്താവിനും ഭർത്താവിന്റെ അമ്മയ്ക്കും കിട്ടിയ അനുഗ്രഹത്തെ പറ്റിയാണ് പറയുന്നത്. മദ്യപാനം ഉണ്ടായിരുന്ന എൻ്റെ ഭർത്താവ് ഞാനിവിടെ മുട്ടയിലെറിഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഇപ്പോൾ മദ്യം കഴിക്കുന്നില്ല. ഇനി ഭർത്താവിന്റെ അമ്മയ്ക്ക് കിട്ടിയ അനുഗ്രഹത്തെ പറ്റി പറയുന്നാൽ, ഭർത്താവിന്റെ അമ്മയ്ക്ക് വയറ്റിൽ ദശ വളരുകയും അതിനോട് അനുബന്ധിച്ച് രക്തം ഛർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ 5 ദിവസം അവിടെ കിടക്കേണ്ടി വരികയും ചെയ്തു. ഇവിടെ സ്കാൻ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാംസനച്ചനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. പെരുമ്പുന്നയിൽ നിന്ന് വരുന്ന ഗ്രേസിയുടെ സാക്ഷ്യം. എന്റെ മകൾക്ക് അനേകം വർഷമായിട്ട് വീടും സ്ഥലവും ഇല്ലാതെയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് എന്റെ മകൾ സ്ഥലം വാങ്ങുകയും പുതിയൊരു വീട് വെക്കുകയും കയറി താമസിക്കുകയും അവളുടെ മകന്റെ കല്യാണവും കഴിഞ്ഞു. നല്ലൊരു കുടുംബമായി അവർ ഒത്തൊരുമിച്ച് പോകുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ അമ്മച്ചിക്ക് നല്ല മരണം കൊടുക്കുകയും ചെയ്ത ആവിലായിലെ അമ്മയോടും അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ വീട്ടിൽ ഭയങ്കര ഉറുമ്പുശല്യമായിരുന്നു. ഇവിടെ വന്ന് 101 പ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കുകയും 33 പ്രാവശ്യം കരുണയുടെ പ്രാർത്ഥന ചെല്ലിയതിന്റെ ഫലമായി ഉറുമ്പുകൾ നീങ്ങിപ്പോവുകയും ചെയ്തു. എനിക്ക് വേണ്ടി ഒട്ടേറെ അനുഗ്രഹങ്ങൾ തന്ന ആവില അമ്മയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും പ്രാർത്ഥനാച്ചനും 1000 നന്ദി പറയുന്നു. നല്ല മരണം കിട്ടാൻ കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. എറണാകുളത്തു നിന്നും വരുന്ന മാർഗരറ്റിന്റെ സാക്ഷ്യം. 2020 മുതൽ അച്ഛന്റെ ധ്യാനം കൂടുകയും എല്ലാ പരീക്ഷയ്ക്കും അച്ഛന്റെ പ്രാർത്ഥനാ സഹായം കിട്ടുമായിരുന്നു. PG 4th സെമസ്റ്റർ ഫസ്റ്റ് എക്സാമിന് മറ്റുമുള്ള എക്സാം ഇരുന്ന് പഠിക്കുവാൻ പറ്റാത്ത വിധത്തിലുള്ള തലവേദനയായിരുന്നു. അച്ഛന് മെസ്സേജ് അയക്കുകയും അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് റിപ്ലൈ തരികയും ചെയ്തു. പിറ്റേ ദിവസം ഒരു കുഴപ്പമില്ലാതെ പഠിക്കുവാനും പരീക്ഷയ്ക്ക് നല്ലവണ്ണം എഴുതുവാനും സാധിച്ചു. അന്ന് തന്നെ തുരുത്തിപ്പുറത്ത് അച്ഛന്റെ ധ്യാനത്തിൽ സംബന്ധിക്കുകയും അച്ഛനെ കാണുകയും ചെയ്തു.
പിന്നെയുള്ള പരീക്ഷകൾ നല്ലവണ്ണം എഴുതുന്നതിനെ പറ്റി. ഫോർത്ത് സെമസ്റ്ററിന് 92%, അങ്ങനെ PGക്ക് 83% പാസ്സാകുകയും ചെയ്തു. ഈ വലിയ അനുഗ്രഹം നേടിത്തന്ന ഈശോയ്ക്കും ആവിലായിൽ അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാംസൺ അച്ഛനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പരീക്ഷകളിൽ ഉന്നതമായ വിജയം ലഭിക്കാൻ കർത്താവ് ഇടവരുത്തുന്നതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. എടൂരിൽ നിന്നുള്ള അനുവിന്റെ സാക്ഷ്യം. ആവിലായിൽ വന്ന് പ്രാർത്ഥിക്കുകയും 48 മണിക്കൂർ ജപമാലയിൽ കൂടി പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി വസ്തുവിൽപ്പന നടക്കുകയും കല്യാണം നടക്കുകയും നഷ്ടപ്പെട്ട സ്വർണ്ണ ലോക്കറ്റ് ലഭിക്കുകയും ചെയ്തു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാംസൺ അച്ഛനും ബന്ധുവിനായ ഈശോയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. 3 സാക്ഷ്യങ്ങളാണ്. വസ്തു ഇടപാട് നടന്നു, പിന്നെന്താണ്, നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചു കിട്ടി, വസ്തു വിൽപ്പന നടന്നു. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. ആൻഡ്രീസ റോയി കീഴ്പള്ളിയിൽ നിന്ന്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് BSc ഫസ്റ്റ് ക്ലാസ് സെമസ്റ്ററിൽ നല്ല മാർക്ക് നൽകിയ ബന്ധുവിനായ ഈശോയ്ക്കും ആവിലായ അമ്മ ത്രേസ്യയ്ക്കും ഒരുപാട് നന്ദി. മനസ്സിലായി. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന്. മെഡിക്കൽ റിപ്പോർട്ടുമായി അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ഓപ്പറേഷൻ ചെയ്തു കൊള്ളാൻ പറയുകയും ചെയ്തു. ഒരു കുഴപ്പവുമില്ലാതെ ഓപ്പറേഷൻ ഭംഗിയായി നടന്നു. ഈ അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ച അച്ഛനും അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും നന്ദി. കരമടിച്ച് നന്ദി പറയാം. വിളിക്കാം. കാഞ്ഞിരപ്പുഴയിൽ നിന്നും വരുന്ന സിൽബിയുടെ സാക്ഷ്യം. വർഷങ്ങളായി വിൽക്കാൻ സാധിക്കാതിരുന്ന സ്ഥലം ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ബന്ധുവിനായ ഈശോയുടെ അനുഗ്രഹത്താൽ വിൽക്കുവാൻ സാധിക്കുകയും ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ നല്ലൊരു ഭവനം നൽകി ഈശോ അനുഗ്രഹിക്കുകയും ചെയ്തു. ബന്ധുവിനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലായ അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാംസൺ അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. സ്ഥലം വിൽക്കാനും ഭവനം ലഭിക്കാനും കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. എടൂരിൽ നിന്നുള്ള ഷീജയുടെ സാക്ഷ്യം. എന്റെ മകൻ ഡ്രൈവിംഗ് ലൈസൻസിൽ രണ്ട് പ്രാവശ്യം ശ്രമിച്ചിട്ടും കിട്ടിയില്ല. അവനും ഞങ്ങൾക്കും വലിയ വിഷമമായി. 3ാമത്തെ ലൈസൻസിന് പോകുന്നതിന്റെ തലേ ദിവസം ഞാനും അവനും ആവിലാപ്പള്ളിയിൽ വരികയും മുട്ടിലെഴിഞ്ഞ് പ്രാർത്ഥിക്കുകയും നിയോഗം കെട്ടിയിടുകയും ലൈസൻസ് കിട്ടിയാൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ച നേരുകയും ചെയ്തു. 3ാമത്തെ പ്രാവശ്യം അവന് ലൈസൻസ് കിട്ടി അനുഗ്രഹിച്ചു. ബന്ധുവിനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. അമ്മ ത്രേസ്യ പ്രിയപ്പെട്ടവരെ, യാത്ര ചെയ്യുന്നവർക്കും പ്രത്യേകമായി, അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് അതൊക്കെ യാത്രയുടെ ഭാഗമാണ്. പ്രത്യേകമായിട്ട് നമുക്ക് അമ്മ ത്രേസ്യയുടെ മധ്യസ്ഥം യാചിച്ച് യാത്രകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വരുന്ന ഞായറാഴ്ചയും നമുക്ക് കൊടിയിറക്കത്തിന്റെ ആ ദിവസവും അമ്മ ത്രേസ്യയുടെ യാത്രാദണ്ഡ് സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. കരിക്കോട്ടക്കലിൽ നിന്നുള്ള ആൻസിയുടെ സാക്ഷ്യം. 1 മാസം മുമ്പ് എന്റെ നാവിന്റെ ഒരു വശത്ത് തടിപ്പും വേദനയും വന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എന്റെ നാവിന്റെ തടിപ്പും വേദനയും മാറിക്കിട്ടി. എന്റെ മകനെ MBAക്ക് വിജയം നൽകി അനുഗ്രഹിച്ചു. എല്ലാ അനുഗ്രഹത്തിനും ഞങ്ങൾ നൽകുന്ന ഈശോയ്ക്ക് 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ. ഷാലു പിയുടെ സാക്ഷ്യം. ഞാൻ CMA പഠിക്കുന്നു. ജൂൺ മാസം എൻ്റെ ആദ്യത്തെ എക്സാം ആയിരുന്നു. എക്സാമിന് ഒരാഴ്ച മുമ്പ് ഇവിടെ വരികയും അച്ഛനോട് ഈ പരീക്ഷയുടെ ബുദ്ധിമുട്ടുകളെ പറ്റി പറയുകയും അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഓഗസ്റ്റ് മാസത്തിൽ പരീക്ഷാഫലം വന്നു. ഈശോയുടെയും അച്ഛൻ്റെയും അനുഗ്രഹത്താൽ ഞാൻ പാസ്സായി. ഈശോയ്ക്ക് 1000 നന്ദി. പരീക്ഷ പാസ്സാവാൻ കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. കീഴ്പള്ളിയിൽ നിന്നുള്ള ജാൻസിയുടെ സാക്ഷ്യം. ഞാൻ തിരികത്തിച്ച് മുട്ടിമേൽ വലിഞ്ഞ് 31 പ്രാവശ്യം കരുണയുടെ പ്രാർത്ഥന ചെല്ലുകയും 101 പ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കുകയും ചെയ്തതിന്റെ ഫലമായി എൻ്റെ മോന് സൗദിയിൽ ജോലി കിട്ടിയതിനെ ഓർത്ത് ഈശോയ്ക്ക് 1000 നന്ദി. തടസ്സം മാറാനും ജോലി ലഭിക്കാനും കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. കൊട്ടിയൂർ നിന്നുള്ള സിൽവിയുടെ സാക്ഷ്യം. ഞാൻ ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വീടിന്റെ പണിയും മകളുടെ കല്യാണവും ഒരു തടസ്സവും കൂടാതെ ഒരുമിച്ച് നടന്നു. സാക്ഷ്യം എഴുതിടാമെന്ന് നേർന്നു. എല്ലാ കാര്യവും ഭംഗിയായി നടന്നതിന് ആവിലാമ്മയ്ക്കും ബന്ധുവിനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. ഭവന നിർമ്മാണം നടക്കാനും മകളുടെ വിവാഹം നടക്കാനും കർത്താവ് ഇടവരുത്തി ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. മരുതാവിൽ നിന്നുള്ള ബിന്ദുവിന്റെ സാക്ഷ്യം.
43 വയസ്സുള്ള എൻ്റെ ബ്രദറിന് അടുത്ത വർഷത്തെ ആവിലാപ്പള്ളിയിലെ തിരുനാളിന് മുമ്പ് വിവാഹം നടക്കണമെന്ന നിയോഗം വെച്ച് ഉരുൾ നേർച്ചയിൽ പങ്കെടുത്തതിന്റെ ഫലമായി ആഗസ്റ്റ് 30-ന് വിവാഹം നടത്തി തന്ന് അനുഗ്രഹിച്ചു. ഞങ്ങളെ അനുഗ്രഹിച്ച ബന്ധുവിനായ ഈശോയ്ക്കും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന റാംസനത്തിനോടും ഒരുപാട് നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷത്തെ 2024 ഉരുൾ നേർച്ചയില് അവരുടെ 44 വയസ്സുള്ള സഹോദരന്റെ വിവാഹം നടക്കാൻ വേണ്ടി ആ നിയോഗം വെച്ച് ഉരുൾ നേർച്ച നടത്തി. ഈ വർഷം ഓഗസ്റ്റ് മാസത്തിൽ ഈ വർഷത്തെ തിരുനാളിന് മുമ്പ് ആ മകന്റെ വിവാഹം നടന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി വൃക്ഷത്തിൽ വിളിക്കാം. നടുവിൽ നിന്നുള്ള സാലിയുടെ സാക്ഷ്യം. ആവിലായിലെ ഈ പുണ്യഭൂമിയിൽ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടിയ ആധ്യാത്മികവും ഭൗതികവുമായ നിരവധി നന്മകൾക്ക് നന്ദി പറയുന്നതിനാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ ഭർത്താവിന് നിയോഗം കെട്ടിയിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. എൻ്റെ മകൻ മെൽബിൻ അച്ഛനെ വന്ന് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ MSW അഡ്മിഷൻ ലഭിക്കുകയും കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 15-ന് ഉരുൾ നേർച്ചയുടെ അന്ന് അവന് ബാംഗ്ലൂരിൽ ജോലി ലഭിക്കുകയും ചെയ്തു. തുടർന്ന് വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ട് ലോൺ പാസ്സാകാതെ വരികയും ഒത്തിരി വിഷമിക്കുകയും ചെയ്തു. എന്നാൽ ഞാൻ ഇവിടെ വന്ന് വിശുദ്ധ കുർബാനയ്ക്കും നൊവേനയും നേർന്ന് മുട്ടിൽ വലിയ നിയമം കെട്ടിയിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഒക്ടോബർ 2-ന് അമ്മ ത്രേസ്യയുടെ തിരുനാൾ ദിവസം തന്നെ വിദേശത്ത് പോകുവാൻ സാധിച്ചു. എൻ്റെ മകൾ മരിയയുടെ +2 ഇംഗ്ലീഷ് പരീക്ഷയുടെ ദിവസം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി അവൾ നല്ല മാർക്കോട് കൂടി പാസ്സായി. BSc നഴ്സിംഗിന് അവൾക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. 3-ാം വർഷവും 4-ാം വർഷവും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറവ് വരികയും കൈയുടെ ബലം നഷ്ടമായി കൈകൊണ്ട് പേന പിടിച്ച് എഴുതാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. വളരെ വിഷമിച്ചാണ് 3-ാം വർഷത്തെയും 4-ാം വർഷത്തെയും പരീക്ഷ എഴുതിയത്. തോൽക്കുമെന്ന് വിചാരിച്ചതാണ്. എന്നാൽ ഈശോ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി അവളെ പാസ്സാക്കി. അവൾ ഇപ്പോൾ ജർമ്മൻ പഠിക്കുകയാണ്. 3-ാമത്തെ മകൾ മെറിന് നിയോഗം കെട്ടിയിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഗവൺമെന്റ് സീറ്റിൽ വെറ്ററിനറി ഡോക്ടറിന് പഠിക്കുകയും ചെയ്യുന്നു. 25 ആഗസ്റ്റ് 1-ാം തീയതി യൂണിവേഴ്സിറ്റി പരീക്ഷയായിരുന്ന അവൾക്ക് പനി വരികയും കൂടുതലാവുകയും ചെയ്തു. എന്നാൽ ഞാൻ ഇവിടെ വന്ന് നിയോഗം കെട്ടിയിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വിജയകരമായി സെക്കൻഡ് ഇയർ പാസ്സായി. 4-ാമത്തെ മകൻ നെവിന് 10-ാം ക്ലാസ്സിൽ ഫുൾ A+ നൽകി ഈശോ അനുഗ്രഹിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ എനിക്ക് എല്ലാ ദിവസവും ബൈബിൾ വായിക്കുവാനും ആത്മീയ ജീവിതത്തിൽ മുന്നേറുവാനുള്ള കൃപയും നൽകി. എനിക്കും എൻ്റെ കുടുംബത്തിനും ഇത്രയും വലിയ നന്മകൾ നൽകിയ അനുഗ്രഹിച്ച ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും ബന്ധുവിനായി ഈശോയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാംസനച്ചനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. നന്ദി പറയാം. ചൊല്ലിൽ വിളിക്കാം. അത്ഭുതങ്ങളും കരമേർത്തി അടിക്കാം. സംഭവിക്കും കാലമല്ലോ കുട്ടിയിൽ നിന്നുള്ള ട്രീസയുടെ സാക്ഷ്യം. എനിക്ക് BSc നഴ്സിംഗിന് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നതിനായി ആവിലായിൽ വന്ന റാംസനത്തിനെ കണ്ട് പ്രാർത്ഥിച്ചിരുന്നു. അതിന്റെ ഫലമായി എനിക്ക് കണ്ണൂരിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിച്ചു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാംസനച്ചനും ബന്ധുവിനായ ഈശോയ്ക്കും ആവിലായിൽ അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും ഒരുപാട് നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. എടത്തൊട്ടിൽ നിന്നുള്ള സിസ്റ്റർ അനിലായുടെ സാക്ഷ്യം. എനിക്ക് 1.5 മാസമായി കഠിനമായ ഉപ്പൂറ്റി വേദന മൂലം നടക്കുവാനും നിൽക്കുവാനും പറ്റാത്ത അവസ്ഥയായിരുന്നു. റാംസനത്തിനെ കണ്ട് വെഞ്ചിരിച്ച വെള്ളം എൻ്റെ ഉള്ളംകൈയിൽ ഒഴിച്ചു തന്നു. ആ വെള്ളം ഈശോയെ മാതാവേ എന്ന് വിളിച്ചുകൊണ്ട് വേദനയുള്ളവർക്ക് പുരട്ടുവാൻ പറഞ്ഞു തന്നു. ഞാൻ പുരട്ടിയപ്പോൾ വേദന മാറിയതായി എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ വേദനയുള്ള കാലിൽ കൊണ്ട് ആ ഭാഗം കൊണ്ട് അച്ഛൻ്റെ കാലിൽ മുറുക്കെ ചവിട്ടുവാൻ അച്ഛൻ പറഞ്ഞു. എനിക്ക് ആ സമയം ഒരു വേദനയും അനുഭവപ്പെട്ടില്ല. വേദന പൂർണ്ണമായി മാറിയതായി എനിക്ക് അനുഭവപ്പെട്ടു. അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ഈ സൗഖ്യം സാക്ഷ്യപ്പെടുത്തുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. പ്രിയപ്പെട്ടവര്, സിസ്റ്ററിന് നടക്കാൻ വളരെ പ്രയാസപ്പെട്ടാണ്. ഇടത്തൊട്ടിയിലുള്ള സിസ്റ്ററാണ്. SH കോൺഗ്രിഗേഷനിലെ സിസ്റ്ററാണ്. നടക്കാൻ പറ്റാതെ പ്രയാസപ്പെട്ട് വന്നപ്പോ അച്ഛനൊരു ഇത്തിരി ഹോളി വാട്ടർ കയ്യിൽ ഒഴിച്ചു കൊടുത്തിട്ട് വേദനയുള്ള ഭാഗത്ത് തൂത്തോളാൻ പറഞ്ഞു. അങ്ങനെ തൂത്തപ്പോ തന്നെ ആ മുഴ അവിടെ നിന്ന് മാറുകയും നടക്കാൻ ഒരു പ്രയാസവും ഇല്ലാതെ മടങ്ങിപ്പോകാൻ കർത്താവ് ഇടവരുത്തുകയും ചെയ്തു. ഉച്ചത്തിൽ വിളിക്കാം. കംപ്ലായിൽ നിന്നുള്ള ജാനകിയുടെ സാക്ഷ്യം. എനിക്ക് വാരിയലിന്റെ താഴെ വലിയൊരു മുഴ ഉണ്ടായിരുന്നു.
ഞാൻ ആവിലാപ്പള്ളിയിൽ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. പിന്നീട് നോക്കുമ്പോൾ ആ വലിയ മുഴ അവിടെ ഇല്ലായിരുന്നു. എനിക്ക് സൗഖ്യം നൽകി എന്നെ അനുഗ്രഹിച്ച ബന്ധുവിനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് എവിടെ? വായയിലല്ലേ ബലിച്ചേട്ടാ? വായയിലല്ലേ മുഴ? വാരിയെല്ലിന്റെ അവിടെ വാരിയെല്ലിന്റെ അവിടെ ഉണ്ടായിരുന്ന മുഴ കർത്താവ് അത്ഭുതകരമായി സുഖപ്പെടുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ചന്ദനയ്ക്കാൻ പറയുന്നുള്ള ജോമിയുടെ സാക്ഷ്യം. എന്റെ ചേച്ചിയുടെ മകൻ കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്തുവാനാണ് ഇത് എഴുതുന്നത്. ഷാർജയിൽ ജോലി ചെയ്യുന്ന അവന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ആരോ ഒരാൾ 5 ലക്ഷം രൂപ പിൻവലിച്ചിരുന്നു. അത് തിരികെ കിട്ടുകയാണെങ്കിൽ ഞാൻ ആവിലാപ്പള്ളിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്നും പെരുന്നാളിന് പ്രസിദ്ധി എടുത്തുകൊള്ളാമെന്നും നേർച്ച നേർന്നിരുന്നു. ഒക്ടോബർ 12-ാം തീയതി തന്നെ അത് തിരികെ ലഭിച്ചു എന്ന് വിളിച്ചു പറഞ്ഞു. ഈ അനുഗ്രഹം തന്ന ആവിലായിലെ അമ്മ ത്രേസ്യായ്ക്കും കർമ്മല മാതാവിനും ബന്ധുവിനായ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാൻ. പ്രിയപ്പെട്ടവരെ, അക്കൗണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ ആരോ തട്ടിക്കൊണ്ടുപോയാണ്. അത് തിരികെ ലഭിക്കുക എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമാണ്. തട്ടിക്കൊണ്ടുപോയവരെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ കട്ടുകൊണ്ടുപോകുന്നത്. അപ്പൊ എന്തായാലും കർത്താവ് അത് ഇടപെട്ട് അത് തിരികെ ലഭിക്കാൻ ഇടവന്നതിനെ ഓർത്ത് നമുക്ക് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. കാഞ്ഞിരപ്പുഴയിൽ നിന്നുള്ള ഡോൺ സാബിയുടെ സാക്ഷ്യം. എനിക്ക് ഡെങ്കിപ്പനി വന്ന് എൻ്റെ രക്തത്തിലെ കൗണ്ട് വളരെയധികം കുറയുകയും അതിശക്തമായ ശരീരവേദന അനുഭവപ്പെടുകയും ചെയ്തപ്പോൾ ബന്ധുവിനായി ഈശോയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പനിയും ശരീരവേദനയും മാറുകയും രക്തത്തിലെ കൗണ്ട് കൂടുകയും ചെയ്തു. എന്നെ സുഖപ്പെടുത്തിയ ബന്ധുവിനായ ഈശോയ്ക്ക് 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ചെതിൽ വിളിക്കാം ഈശോയേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം ഈശോയേ. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കച്ചേരിക്കറയിൽ നിന്നുള്ള ലവ്ലി ഷാജിന്റെ സാക്ഷ്യം. എന്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. ഈ പുണ്യഭൂമിയിൽ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എന്റെ മോളെ നേഹ ഷാജ് ബിടെക് പാസ്സാകുകയും ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ ജോലി കിട്ടുകയും ചെയ്തു. ബന്ധുവിനായി ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നതോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ഒപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രിയപ്പെട്ട റാംസനച്ചനും നന്ദി പറയുന്നു. നന്ദി പറയാം. ചെതിൽ വിളിക്കാം ഈശോയേ. കാറ്റും കടലും ശാന്തമായത് യേശുനാമത്തിൽ